മാതൃഭൂമിയുടെ ഒരു ഗാനാഞ്ജലിയാണ്. ഗാനഗന്ധർവന് 84-ാം പിറന്നാൾ ദിനത്തിൽ മാതൃഭൂമി തയ്യാറാക്കിയ ഗാനം ലോകമെങ്ങും ലക്ഷങ്ങൾ ആലപിക്കുമെന്ന് പറഞ്ഞിട്ട് ആ വരികളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലക്ഷങ്ങൾ ആലപിക്കുന്ന ആ ഗാനം അവിടെ കൊടുത്തിരിക്കുന്നു. അത് ഗാനരചന BK ഹരിനാരായണനാണ്. സംഗീതം ഗാനാലാപനം നടത്തുന്നത് ബിജിപാലാണ്. യേശുദാസിന് ഗാനാർച്ചന. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ ഗന്ധർവ ഗായക ജന്മദിനാശംസ നേരാം ഗന്ധർവ ഗായക എന്ന് തുടങ്ങുന്ന വരികളാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിലുള്ള ഗാനം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകത്ത് എഡിറ്റ് പേജിൽ മാത്രമല്ല, അത് ആ ഭാഗം മുഴുവൻ സ്പ്രെഡാണ്. അതിൽ പ്രധാനപ്പെട്ട വ്യക്തികൾ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. ശ്രീകുമാരൻ തമ്പിയുണ്ട്, സത്യൻ അന്തിക്കാടുണ്ട്, രവി മേനോനുണ്ട്, മധുവുണ്ട്, ജയമോഹൻ, എഴുത്തുകാരൻ ജയമോഹനുണ്ട്. അതുപോലെ തന്നെ യേശുദാസിനൊപ്പം ഏറ്റവും കൂടുതൽ ഹിന്ദി ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത ഇന്ത്യൻ പിന്നണി ഗായിക ഹേംലത എഴുതുന്നു. ഇവരൊക്കെ യേശുദാസുമായുള്ള ഓർമ്മകൾ. ഈ യേശുദാസിന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഈ എല്ലാ പ്രഗത്ഭമതികളോടൊപ്പവും പ്രവർത്തിച്ചു എന്നുള്ളതാണ് അല്ലേ. ഇപ്പൊ വയലാർ ദേവരാജൻ അല്ലെങ്കിൽ ഇപ്പം ഞാൻ തമിഴ്സാന്റെ ആ പടം കണ്ടപ്പോൾ ഓർത്തത് മലയാള പി ഭാസ്കരൻ, ശ്രീകുമാരൻ തമ്പി, വയലാർ, ഇങ്ങനെയുള്ള വളരെ പ്രഗത്ഭരായ എഴുത്തുകാർ, അതുപോലെ ദക്ഷിണാമൂർത്തി, ദേവരാജൻ, പുതിയ തലമുറ വരെ നമ്മുടെ BK ഹരിനാരായണന്റെ ഇപ്പം ഹരിനാരായണന്റെ പാട്ടും പാടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ പറയുന്ന കഴിഞ്ഞ 7-7.5 പതിറ്റാണ്ട് കാലമായിട്ട് എല്ലാ പ്രഗത്ഭരായ ആളുകളോടൊപ്പവും ഇപ്പം യേശുദാസിന്റെ ശബ്ദം കൊണ്ട് പ്രേം നസീർ ശ്രദ്ധേയനാകുന്നുണ്ട് അല്ലേ, മമ്മൂട്ടി, അങ്ങനെ എല്ലാ ഇപ്പം യേശുദാസിൻ്റെ ഗാനങ്ങൾ അവതരിപ്പിക്കുന്ന പിന്നെ ക്യാരക്ടേഴ്സ് അല്ലെ ആക്ടേഴ്സ് പോലും ആ ഒരു സ്വാധീനത്തിലാണ് വരിക. ഇപ്പം പിന്നെ പ്രേം നസീർ പറഞ്ഞിട്ടുണ്ട്, പലരും പ്രേം നസീറാണ് ആ പാട്ട് പാടുന്നത് എന്ന് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും. ചില നടന്മാരുടെ ശബ്ദവും ചില പാട്ടുകാരുടെ ശബ്ദവും തമ്മിൽ അങ്ങനെ ലയിച്ചിട്ട് മറ്റൊരു ഗായകനുമായിട്ട് അത് ചേരില്ല, നമുക്കത് സങ്കല്പിക്കാൻ പറ്റില്ല. വ്യത്യാസം വരുത്തിയത് MG ശ്രീകുമാർ പിന്നീട് മോഹൻലാലിന്റെ ശബ്ദത്തിന് ഏകദേശം സാമ്യമുള്ള ശബ്ദമായിട്ട്, അതും ഈ തട്ടുപൊളിപ്പൻ പാട്ടുകൾക്ക് മോഹൻലാൽ ചാടിത്തുള്ളി കളിക്കുന്ന അത് പിന്നീട് അങ്ങനെയാണ് MG ശ്രീകുമാറിന്റെ വരവ്. പക്ഷെ മറ്റ് 35 വർഷം സംസ്ഥാന അവാർഡ് നേടിയിരുന്ന ഒരു ഗായകനാണ്. 35 വർഷം എന്ന് പറഞ്ഞാൽ ശരാശരി മനുഷ്യായുസിന്റെ പകുതിയും സംസ്ഥാന അവാർഡാണ്. ആ പാടിയ പാട്ടുകളെല്ലാം സംസ്ഥാനത്തിൽ മികച്ച പാട്ടുകളുമായി. ഇന്നത്തെ മാതൃഭൂമിയുടെ എഡിറ്റോറിയലും യേശുദാസിന് തന്നെയാണ്. ധന്യം ധ്യാനം ഈ സ്വരധാര എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. കേരളകൗമുദിയിൽ തുടർന്നോളൂ. കേരളകൗമുദിയുടെ തലക്കെട്ട് അമരസംഗീതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1000 നിലാവിൽ അമരസംഗീതം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മനോരമയുടെ തലക്കെട്ട് എന്താണ്? മനോരമയുടെ തലക്കെട്ട് ഉൾപേജിലാണ്. അതിനു മുൻപ് കൊടുത്തിരിക്കുന്നത് 1000 പൗർണമികളോടെ ശോഭയോടെ ഗാനഗന്ധർവൻ എന്ന് ശതാഭിഷേകം. പിന്നെ കോട്ട് ചെയ്തിരിക്കുന്നത് സംഗീതമേ അമരസല്ലാമേ മണ്ണിന് വെണ്ണിന്റെ വരദാനമേ. അമരസംഗീതം എന്നുള്ളതാണ്. പാട്ടിന്റെ പാലാഴി മധുരം എന്നുള്ളതാണ് മാതൃഭൂമി. ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ രാഹുൽ റിമാൻഡിൽ വേറെ ആർക്കും ഇല്ല ഗാനഗന്ധർവൻ പാട്ടും അതിനോട് വന്നല്ലോ. പ്രത്യേകിച്ച് ഞാൻ ഗന്ധർവനിലെ പാട്ടുകളും അതീവ സുന്ദരമായി. അതെ, മറ്റ് പ്രധാനപ്പെട്ട വാർത്ത